പ്രതിപക്ഷ നേതാവിനൊത്ത പ്രകടനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മോദി സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി രാഹുൽ. 10-15 सीटें कम आती तो आज नरेंद्र मोदी प्रधानमंत्री नहीं होते। जांच ने 5 तरीके की चोरी पकड़ी और बीजेपी मिलकर इलेक्शन चोरी कर रहे हैं. വോട്ട് മോഷ്ടിച്ചെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി രാഹുൽ ഗാന്ധി. ഒപ്പം 5 ചോദ്യങ്ങളും. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. സത്യവാങ്മൂലത്തിൽ ഒപ്പുവെച്ച് നൽകുക അല്ലെങ്കിൽ ആരോപണങ്ങളിൽ മാപ്പ് പറയുക എന്നീ നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്നോട് സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ആവശ്യം. എന്നാൽ ഞാൻ പാർലമെന്റിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിന് വീണ്ടും ചെയ്യണം എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് 5 ചോദ്യങ്ങളും രാഹുൽ ഉന്നയിച്ചു. ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തതെന്താ? വീഡിയോ ദൃശ്യം നൽകാത്തതെന്താ? വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന്? മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്? ബിജെപിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിന് എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. महाराष्ट्र चुनाव के बाद जब हमें डाउट हुआ, हमारे गठबंधन के सारे नेताओं ने प्रेस कॉन्फ्रेंस किए और हमने इलेक्शन कमीशन से कहा कि आप हमें वोटर लिस्ट दीजिए, वीडियो रिकॉर्डिंग दीजिए. इलेक्शन कमीशन ने मना किया. ना उन्होंने हमें वोटर लिस्ट दी और ना उन्होंने वीडियो रिकॉर्डिंग दी. डाउट हुआ. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ രേഖകൾ നീക്കം ചെയ്തതായും പരാതി ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ പട്ടിക തുറക്കാനാകുന്നില്ലെന്നാണ് പരാതി. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ രേഖകൾ എന്തിനു നീക്കം ചെയ്തു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരിനും നേരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം രാജ്യമെമ്പാടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാകും നഷ്ടപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല.